വിഷകണ്ണികയല്ലേ? നോക്ക് നോക്ക്. ആ അങ്ങനെ പതുക്കെ. പ്രാചി, അങ്ങനെ അല്ല മോളെ. ദേ ഇങ്ങനെയാ എടുക്കേണ്ടത്. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇടണം. ആ ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഇടണം, പതുക്കെ. അജി സാഹിബ്, ഇപ്രാവശ്യം രാമലീല ഗംഭീരായിരിക്കല്ലേ? അതെ മോളെ, വളരെ ഗംഭീരമായിരിക്കും. ഇപ്രാവശ്യം നിന്റെ മുത്തച്ഛൻ 1000 സ്വർണ്ണ നാണയങ്ങളാ കൊടുത്തത്. അതുകൊണ്ട് അതിന്റെ ഭംഗി ഒന്ന് കാണേണ്ടതായിരിക്കും. അജി സാഹിബ്, കാൺപൂരിൽ നിന്നൊക്കെ ആളുകൾ വരുമല്ലേ? അതെ അതെ, വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ ഇവിടെ വരും. ഇപ്രാവശ്യം ബിദുറിലെ രാമലീലയിൽ നിന്റെ മുത്തച്ഛന്റെ അഭിമാനവും ചേർന്നിട്ടുണ്ട്. അതായത് അപ്പൊ രാമലീല നല്ലതാവുകയാണെങ്കിൽ മുത്തച്ഛന് നല്ല പ്രശസ്തി ലഭിക്കുമല്ലേ? തീർച്ചയായും. അജി സാഹിബ്, അവർക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? എന്തുകൊണ്ട് കഴിയില്ല? നല്ലതായിട്ട് തന്നെ ചെയ്യും. അല്ല അജി സാഹിബ്, അജുബ എത്ര ധനം നൽകിയാലും അവരുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തേതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു വെക്കും. അതെ അജി സാഹിബ്, പ്രാചി ശരിയാ പറയുന്നേ. കഴിഞ്ഞ വർഷത്തേതുപോലെ അവർ മറിച്ചും തിരിച്ചുമാണ് അഭിനയിക്കുന്നതെങ്കിൽ മുത്തച്ഛന് വളരെ നാണക്കേടാവും. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും വേഗം വേറൊരു നാടകശാല തയ്യാറാവുകയില്ലല്ലോ. മന്നു ചേച്ചി, ചേച്ചിക്ക് ചെയ്തുകൂടെ? അതെ അതെ പ്രാചി, എനിക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിനായി ധാരാളം തയ്യാറെടുപ്പ് നടത്തണം. എല്ലാ കലാകാരന്മാരെയും ഒരുമിപ്പിക്കണം. പക്ഷെ എനിക്ക് സമയമില്ലല്ലോ. ഞാൻ എപ്പോ നോക്കിയാലും വീട്ടിലെ ജോലി തിരക്കിലല്ലേ. ഇനി അത് നടക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ ദൈവമേ, ചേച്ചിക്ക് ഇഷ്ടാണോ ചേച്ചിയുടെ ആജുബ നാണം കെടുന്നത്? അല്ല, അതെങ്ങനെ നാണക്കേടുണ്ടാവും? മോളെ മനു, ഇപ്രാവശ്യം രാമലീലയ്ക്ക് നീ തയ്യാറായിക്കോളൂ. പക്ഷെ ആജി സാഹിബ്, വീട്ടിലെ ജോലിയൊക്കെ അപ്പോ? അതൊക്കെ ശാന്ത ചെയ്തോളൂ. നീ രാമലീലയ്ക്കായി തയ്യാറെടുത്തോളൂ. എന്നാലും ആജി സാഹിബ്. മനു, നിന്റെ മുത്തശ്ശി പറഞ്ഞാ നീ കേക്കില്ലേ മോളെ? ഒന്ന് സമ്മതിക്കും മനു ചേച്ചി. ശരി ആജി സാഹിബ്, അവിടുത്തെ ഇഷ്ടം പോലെ. വരൂ ശാന്തേ, നമുക്ക് ആ വലിയ താലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേഗം എടുക്കണം. വന്നാലും മാൻസൺ സാഹിബ്, ഇരിക്കൂ. നോ യുവർ മാജസ്റ്റി, ഞാൻ ഇവിടെ ഇരിക്കാനല്ല വന്നത്. കുറച്ച് ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം, ഇമ്മീഡിയറ്റ്ലി. ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? താങ്കൾ എനിക്ക് തന്ന ഗിഫ്റ്റ് തിരികെ താങ്കളുടെ ട്രഷറിയിൽ തന്നെ വന്നു. Is it true or not? തീർച്ചയായും വന്നു, പക്ഷെ മുഴുവനില്ല. ക്രാന്തി ഗുരു അതിൽ നിന്നും 100 സ്വർണ്ണ നാണയം ഏതോ നിർധനന് നൽകി. ഇതിനർത്ഥം താങ്കൾക്കും ആ ബ്ലഡി ക്രാന്തി ഗുരുവിനും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടാണ്. മാൻസൺ സാഹിബ്, താങ്കളുടെ പക്കൽ നിന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ടുപോയത് അങ്ങ് അറിഞ്ഞിരുന്നില്ല. അതുപോലെ അത് ഇവിടെ കൊണ്ടുവച്ചതും ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. I don't believe it. എനിക്ക് തോന്നുന്നു ക്രാന്തി ഗുരു താങ്കളുടെ ആളാണെന്ന്. താങ്കൾ എനിക്കെതിരായി അയാളെ ഉപയോഗിക്കുകയാണ്. മാൻസൺ സാഹിബ്, താങ്കൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. Now I understand everything, Your Majesty. ആദ്യം താങ്കൾ എനിക്ക് ഗിഫ്റ്റ് തരൂ, എന്നിട്ട് അതിനെ മോഷ്ടിക്കും. അനാവശ്യം പറയരുത് മിസ്റ്റർ മാൻസൺ. മിസ്റ്റർ ബാജിറാവ്. മാൻസൺ, ബഹുമാനത്തോടെ സംസാരിക്കുക. ശ്രീമൻ സർക്കാർ, ഈ വെള്ളക്കാരൻ ഇവിടെ വന്ന് അങ്ങയെ അപമാനിക്കുകയാണ്. അത് ഞാൻ നോക്കി നിൽക്കണോ?
യുവർ മജസ്റ്റി, താങ്കൾ എനിക്ക് തരണ്ട. ക്ലാരിഫിക്കേഷൻ ഗവർണർ ജനറലിന് നൽകിയാൽ മതി. എങ്ങനെയുണ്ട് അങ്ങയുടെ സമ്മാനത്തിന്റെ വാർത്ത? മുത്തച്ഛൻ വളരെ ദേഷ്യത്തിലായിരുന്നു അല്ലേ? ഞാൻ നിന്റെ ഈ മുത്തച്ഛനെ വെറുതെ വിടില്ല, മനസ്സിലായോ? അങ്ങ് വളരെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ മിസ്സസ് മോഹൻലാലിനോട് സംസാരിക്കാം. അവർ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. എന്നെ വളരെ ഇഷ്ടമാണ് അവർക്ക്. മാൻസൺ, നിങ്ങൾ കാരണം എന്റെ മുത്തച്ഛന് ചെറിയൊരു വിഷമമുണ്ടായാലും ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ബിദൂർ തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വരും. രാമൻ, ലക്ഷ്മണൻ, രാവണൻ, ഈ കഥാപാത്രങ്ങളുടെ പട്ടിക തയ്യാറായിട്ടുണ്ട്. ഇനി ശരി പ്രാച്ചി, നീ ആജി സാഹിബിനോട് രാമായണത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ? പ്രാച്ചി, നീ പറഞ്ഞോ ഇല്ലയോ? പ്രാച്ചി, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ കാത് പൊത്തി വെച്ചിരിക്കുന്നത്? മനുച്ചേച്ചി അത് കേൾക്കുന്നില്ലേ? ആ ശബ്ദം ഇങ്ങനെ കാതിൽ വന്ന് വീഴുകയാ. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? ഓ, ഇങ്ങനെ വായിച്ചത് വൃത്തികേടാക്കല്ലേ. ആദ്യം പോയി പഠിക്ക്, എന്നിട്ട് വായിക്ക്. ഇനി പഠിപ്പിക്കാനൊന്നും ആരുമില്ല. എന്തുണ്ട്? ആ പഠിപ്പിക്കുന്ന ആള് പിണങ്ങിയോ? ആരാണ് പഠിപ്പിക്കുന്ന ആള്? ജ്യേഷ്ഠൻ എന്തിനാ ഉപേക്ഷിച്ചു പോയത്? ഒന്ന് പറയണ ജ്യേഷ്ഠ. നീ എന്നെ ഒന്ന് വിടാമോ? ഇതെനിക്ക് തന്നെ, നീ പൊയ്ക്കോ. പ്രാച്ചി, പ്രാച്ചി, എന്തു പറ്റിനാണ് ജ്യേഷ്ഠ? ഒന്നുമില്ല. ശരി, അത് പോട്ടെ. വരൂ പ്രാച്ചി, നമുക്ക് ഒരുപാട് ജോലിയുണ്ട് അവിടെ. ഇനി എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടുപിടിക്കണം. പിന്നെ നീ കാന്ത, കുസുമം, വൈശാലി ഇവരോടൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞു. പക്ഷെ കുസുമ വരില്ല, അവളുടെ ചേച്ചിയുടെ വിവാഹമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഭഗവാൻ വരുമെന്ന്. മനു ചേച്ചി, നമ്മള് തേരിൽ പോകൂ അതോ പല്ലക്കിലോ? ആജി സാഹിബ് അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കൂ, 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 വിദുർവാസികളെ ശ്രദ്ധിക്കൂ. ഈ ദസറയുടെ അവസരത്തിൽ രാമലീല ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി എല്ലാവരെയും കുടുംബസമേതം ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ സുഹൃത്തെ, നമ്മൾ ഒരുമിച്ച് പ്രയത്നിക്കും. മഹാരാജാവ് ധാരാളം ധനം തന്നിരിക്കുകയാണ്. വലിയ ആഘോഷമാക്കും നമ്മൾ. അതെ ജ്യേഷ്ഠ, പക്ഷെ തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്യണം. ഇപ്രാവശ്യത്തെ ബിദൂറിലെ രാമലീല അത്ഭുതവും ഗംഭീരവും ആയിരിക്കും. അത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ. അതിനെന്താ മോളെ, നമ്മളെല്ലാം അനുസരിക്കുമല്ലോ. മോള് പറയൂ, എന്താ ചെയ്യേണ്ടത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ആഘോഷത്തിന്റെ തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ
ഞങ്ങൾ തന്നെ ചെയ്യണം. അതുപോലെ ഇപ്രാവശ്യം വിദൂരിലെ രാമലീലയുടെ അഭിനയം ഞങ്ങൾ പെൺകുട്ടികളാണ്. നിങ്ങൾ എല്ലാ പേർക്കും സമ്മതമാണോ? മനു ചേച്ചി, ഇവരാരും ഒന്നും പറയുന്നില്ല. നിങ്ങളൊന്നും പറയാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, സീത, കൗസല്യ ഇവരുടെ വേഷത്തിൽ കാണുമ്പോൾ സന്തോഷം വരില്ലേ? വളരെ ദൂരെ നിന്നവരെ ആളുകൾ കാണാനെത്തും. കാൺപൂർ, ലക്നൗ, ഝാൻസിയുടെ കൊട്ടാരത്തിൽ നിന്ന് പോലും. ശരി മോളെ, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എൻ്റെ മോളും ഇതിൽ പങ്കെടുക്കും. ഭഗവാൻ ശക്തിശാലി ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ ശ്രീ ഹനുമാൻ. ശരി, കേൾക്കൂ. നമുക്ക് എല്ലാവർക്കും നാളെ മാന്തോട്ടത്തിൽ വെച്ച് കാണാം, കേട്ടോ? ഭഗവാൻ ശക്തിശാലി ശ്രീരാമചന്ദ്രൻ, മാ ശക്തിശാലി പവനസുത ഹനുമാൻ. വൈശാലി, നിങ്ങൾ വീണ്ടും വന്നോ? നീ ഇതിൽ അഭിനയിക്കുന്നില്ലേ? ആ, അഭിനയിക്കും. അതിന് നിങ്ങൾക്ക് എന്താ? ഇതുവരെയും എന്നോടുള്ള ദേഷ്യം മാറിയില്ല അല്ലേ? ദേഷ്യമോ? She's an extraordinary girl, Smith. Horse riding ചെയ്യും, സ്പിയർ ഫൈറ്റിംഗിൽ സ്മാർട്ടാണ്. അവൾ നമ്മുടെ തന്നെ ഗെയിമിൽ നമ്മളെ പരാജയപ്പെടുത്തും. ആരോ ബോംബുകൾ ഉണ്ടാക്കി ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. വലിയ രീതിയിൽ മെന്റൽ ടോർച്ചറിങ് ചെയ്ത് ടെക്നിക് എന്താണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു തന്നു. പക്ഷെ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്യുന്നില്ല. I don't know how to deal with this girl, Smith. Sir, I don't believe it is difficult to do that. Tangal order Taru, and I will. Are you mad? Sir, she's just a child. Don't underestimate her. We've already seen what she's capable of. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വലുതാകുമ്പോൾ എന്താണ് അവസ്ഥ? Sir, would William know about Indian women? No, Smith. We have the wrong idea about the Indian women. നമ്മൾ എന്ത് കാണുന്നു അതായിരിക്കില്ല അവർ. They are very dangerous and very strong. ഗോഡിനോട് പ്രേ ചെയ്യാം. ഇവിടുത്തെ സ്ത്രീകൾ സ്വയം തിരിച്ചറിയരുതെന്ന്. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ഓടിപ്പോകേണ്ടി വരും. സാർ, ധ്രുപദ് കാണാൻ വന്നിട്ടുണ്ട്. ധ്രുപദ്? ആ, വിളിക്കാളെ. നമസ്കാരം. ധ്രുപദ്, ആ പറയൂ, എന്താണ് വന്നത്? സാർ, ഇതുവരെ നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ബിഥൂറിലെ പെൺകുട്ടികൾ ചെയ്യും. What? സാർ, ഇത്തവണത്തെ രാമലീല പുരുഷന്മാരല്ല പെൺകുട്ടികളാ ചെയ്യുന്നതെന്ന്. So what? ചെയ്യട്ടെ, അതിലെന്താണ് പ്രോബ്ലം? പക്ഷെ നമ്മുടെ ഇവിടെ തലമുറകളായി തന്നെ പുരുഷന്മാരാണ് എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നത്. എന്തിന് സീതാദേവിയുടെ കഥാപാത്രം പോലും. സാർ, ഈ കാര്യം മനുഭായി ആണ് ചെയ്യുന്നത്.
ഇനി അങ്ങ് തന്നെ പറയൂ, ഇത് ശരിയാണോ അതോ തെറ്റാണോ? മാത്രമല്ല ബിദുറിലെ എല്ലാ പെൺകുട്ടികളും മനുഭായി പറയുന്നത് അനുസരിച്ച് തുടങ്ങി. ഇതിനർത്ഥം അവൾ എല്ലാവരെയും അവളെപ്പോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. I won't let it happen. ആജ്ഞ നൽകിയാലും സാർ. ഇനി എന്താണ്? സാർ അത് പിന്നെ അങ്ങേക്ക് എന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. വൈശാലി ലഭിക്കും, നിനക്ക് തന്നെ ലഭിക്കും. നന്ദി സാർ. മനുഭായ്, മനു ചേച്ചി കണ്ടില്ലേ, എന്ത് രസല്ലേ, എന്തുമാത്രം പെൺകുട്ടികളാ വന്നത്. ആ, ഇവർ കേവലം നമ്മുടെ രാമലീല മാത്രമായിരിക്കില്ല ചെയ്യുന്നത്. പിന്നെ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ചേച്ചി? ഇവരെല്ലാം നമ്മുടെ സ്ത്രീ സൈന്യമായി മാറും. സ്ത്രീ സൈന്യോ? മനു ചേച്ചി എന്തുമാത്രം ബുദ്ധിമതിയാ. പക്ഷെ നീ എന്ത് വിഡ്ഢിയാ? ഞാൻ വീട്ടിയോ? ഓ, ഞാൻ ചേച്ചിയോട് മിണ്ടില്ല. അല്ല, നിൽക്കൂ നിൽക്കൂ പ്രാച്ചി. പ്രാച്ചി, എന്നോട് ദേഷ്യാണോ? ആ, എനിക്ക് ചേച്ചിയോട് ദേഷ്യ. ഞാൻ രാമലീലയിൽ ഒരു വേഷവും ചെയ്യില്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അയ്യോ, എന്റെ പ്രാച്ചി എന്നോട് പിണങ്ങിയോ? ആ, പിന്നല്ലാതെ ഞാൻ വീട്ടിലല്ലേ. അയ്യോ അല്ലല്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല എന്റെ പ്രാച്ചിയോട്. ക്ഷമിക്കൂന്നേ. പ്രാച്ചി, ഞാൻ എന്റെ പ്രാച്ചിക്ക് ഇതിൽ രാമന്റെ കഥാപാത്രം തരാനിരിക്കായിരുന്നു. പക്ഷെ ഇനി എന്റെ ദൈവമേ, ഞാനാണ് രാമൻ. ആ, പിന്നല്ലാതെ. അപ്പൊ എന്റെ കൂടെ സീതയായിട്ട് ആരുണ്ടാവും? സീത, വൈശാലി ചേച്ചിയായിരിക്കും. വൈശാലി ചേച്ചിയോ? മനു ചേച്ചി, ഈ സീതയ്ക്ക് നല്ല ഉയരാണല്ലോ. അയ്യോ സാർ, സാർ എന്നെ അടിക്കില്ലേ, ഞാൻ തരാം, ഞാൻ തന്നോളാം, എന്നെ അടിക്കില്ലേ, എന്നോട് ക്ഷമിച്ചാലും, എന്നോട് ക്ഷമിക്കൂ സാർ. സാർ അടിക്കില്ല സാർ, എനിക്ക് മാപ്പ് തരൂ സാർ, എനിക്ക് മാപ്പ് തരൂ, അടിക്കില്ലേ. എന്താണ് ഇവിടെ? സർ, ഇയാൾ കരമടയ്ക്കാതിരിക്കാനുള്ള അടവ് കാണിക്കുകയാണ്. കൃഷിയെല്ലാം നശിച്ചിരിക്കുകയാണ് സാർ. പിന്നെ ഞാൻ എവിടെ നിന്ന് കരമടയ്ക്കാനാണ് സാർ? കള്ളം പറയുന്നു. നാളെ തന്നെ നീ കരമടച്ചില്ലെങ്കിൽ നിന്റെ ഭൂമി ഊരാൻ തന്നെ കമ്പനിക്ക് അവകാശപ്പെട്ടതായി മാറുന്നതായിരിക്കും. വേണ്ട സാർ, വേണ്ട സാർ. Get out. സാർ, ഇവളിവിടെ എന്താണ് ചെയ്യുന്നത്? ചോദിക്ക. What's happening? എന്താ ഇവിടെ നടക്കുന്നത്? നമ്മളിവിടെ രാമലീല അഭ്യസിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പോയി ഇവിടുന്ന്. Without tax, ഓരോ റിഹേഴ്സലും നടത്താനുള്ള പെർമിഷൻ ലഭിക്കുന്നതല്ല. Do you understand? നമുക്കെല്ലാം മനസ്സിലായി. പോയി നിങ്ങളുടെ മാൻസൺ സാബിനോട് പറയൂ, നാളെ രാവിലെ നമ്മുടെ കൊട്ടാരത്തിൽ വരാൻ. അവിടെ വരുമ്പോൾ നമ്മുടെ മുത്തച്ഛൻ ഈ സ്ഥലത്ത് അഭ്യസിക്കുന്നതിന്റെ കരം അദ്ദേഹത്തിന് നൽകും. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോകൂ.